മലയാളിയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനെയാണ് തല്ലിക്കൊന്നിരിക്കുന്നത്. നൗഫൽ, നീ ഒന്ന് ആലോചിച്ച് നോക്കൂ, കേരളത്തിലെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ അതിനോട് ഏതെങ്കിലും ഗൗരവത്തിൽ പ്രതികരിച്ചോ? ഞാൻ ഇവരുടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫേസ്ബുക്ക് പേജ് പോകുക, രാഹുൽ മാങ്കൂട്ടത്തിൽ പോയിക്കോ, സനോജ് വി കെ സനോജിൻ്റെ, പി കെ ഫിറോസിൻ്റെ, വി ഡി സതീഷിൻ്റെ, ഗോവിന്ദൻ മാഷിൻ്റെ, ഇവരുടെയൊന്നും ഫേസ്ബുക്ക് ഐ ഡിയിൽ പോലും അതേക്കുറിച്ചൊരു വാക്കില്ല. ഒരു മലയാളി ചെറുപ്പക്കാരൻ, മാനസിക വെല്ലുവിളി നേരിടുന്നൊരു ചെറുപ്പക്കാരനെ അവിടെ തല്ലിക്കൊന്നു, വിദ്വേഷക്കൊലയുടെ ഭാഗമായിട്ട് തല്ലിക്കൊന്നു. എന്നിട്ട് പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചു വന്നിട്ട് കള്ളം പ്രചരിപ്പിച്ചു. പക്ഷെ അത്രയും ഗുരുതരമായൊരു സംഭവത്തോട് എന്താണ് അതിന് ഒരു മിനിമം പ്രതികരണമാണല്ലോ ഫേസ്ബുക്കിലൊരു കുറിപ്പിടുക എന്ന് പറയുന്നത്. അതിന് പോലും ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കളോ മുഖ്യധാര രാഷ്ട്രീയ നേതാക്കളോ യുവജന നേതാക്കളോ സന്നദ്ധമായിട്ടില്ല ഈ ദിവസം വരെയും. ഈ അലസ സമീപനം സംഘപരിവാറിനോട് സ്വീകരിക്കുന്നു. ഇതാണ് മംഗലാപുരത്ത്. അപ്പോൾ അവിടെ ഞാനിന്ന് മംഗലാപുരത്ത് ഒരു പത്രപ്രവർത്തനമായിട്ട് ഇത് കുറേയധികം സംസാരിച്ചു. കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ നേതാക്കളെയൊക്കെ സംഭാവന ചെയ്തൊരു സ്ഥലമാണത്. ഓസ്കർ ഫെർണാണ്ടസിനെ പോലെയുള്ള വലിയ നേതാക്കന്മാരുണ്ടായിരുന്ന സ്ഥലമാണ്. അപ്പോൾ കോൺഗ്രസ്സിന് എന്താ സംഭവിച്ചത്? അപ്പോൾ കോൺഗ്രസ് ഇതിനൊക്കെ മൂകസാക്ഷികളായി നിന്നു. ഈ കഴിഞ്ഞ ആഴ്ച കത്തി മേടിച്ച് വെക്കണമെന്ന് പ്രസംഗിച്ച അയാൾ ഇപ്പോഴും സുഖമായിട്ട് വിലസുകയാണ്. ഇങ്ങനെയാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ ഈ ബജ്രംഗ് ദൾ പ്രവർത്തകൻ്റെ സുഹാസ് ഷെട്ടിയുടെ കൊലപാതകം, പക്ഷേ ഈ അഷ്റഫ് കൊലപാതകമായി ബന്ധമുള്ളതല്ല. ഈ സുഹാസ് ഷെട്ടിയുടെ കൊലപാതകത്തിൽ പങ്കെടുത്തിട്ടുള്ള ആളുകളെ 16 ആളുകളെ പോലീസ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസും പോലീസ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരാൾ നേരത്തെ ഈ സുഹാസ് ഷെട്ടി എന്ന് പറയുന്ന 5 ക്രിമിനൽ കേസുകൾ പ്രതിയാണ്. 2 കൊലപാതക കേസാണ്, ബാക്കി കൊലപാതക ശ്രമമാണ് കേസ്. അപ്പോൾ ഇതിൽ ഒരു പ്രതി നേരത്തെ സുഹാസ് ഷെട്ടിയുടെ ഗ്യാങ്ങിനാൽ ആക്രമിക്കപ്പെട്ട ആളാണ്. മറ്റൊരു പ്രതി 2022 കൊല്ലപ്പെട്ട ഫാസിലുണ്ട്. ഈ ഫാസിലിൻ്റെ സഹോദരനാണ്. ഇവനാണിത് ഫിനാൻസ് ചെയ്തതെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫാസിലിനെ കൊല്ലുന്നത് 2022. അപ്പോൾ ഫാസിൽ കൊലപാതകത്തിന് പ്രതികാരം വീട്ടാൻ വേണ്ടിയിട്ട് ആദിൽ മെഹ്റൂഫ് എന്ന് പറയുന്ന ഫാസിലിൻ്റെ സഹോദരൻ, അവൻ ചട്ടം കെട്ടിയ സംഘമാണ് ഈ കൊലപാതകം നടത്തിയെന്നുള്ളതാണ്. അവൻ തന്നെയാണ് അത് ഫിനാൻസ് ചെയ്തിട്ടുള്ളത്. ഇവർ പലതവണ ഇവൻ ഫാസിൽ കൊലപാതക കേസിൽ ജയിലിലായിരുന്നു. ജാമ്യം കിട്ടി ഇറങ്ങിയതിന് ശേഷം പലതവണ ഇവനെ കൊല്ലാൻ ശ്രമിച്ചിരുന്നു. 3ാമത്തെ അറ്റംപ്റ്റിലാണ് ഇപ്പോൾ ഈ കൊല്ലപ്പെടുന്നത്. അപ്പോൾ അതും ഈ അഷ്റഫ് കൊലപാതകവും തമ്മിൽ ബന്ധമില്ല, അത് വേറെ ഒരു കാര്യമാണ്. ഇതിൽ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് തുടർച്ചയായി ഇങ്ങനെ സംഭവിക്കണം. അപ്പോൾ ഫാസിലിൻ്റെ കൊലപാതകം തന്നെ എടുക്കുക. ഫാസിൽ കൊലപാതകം സംഭവിക്കുന്നതിന് കുറച്ച് മുമ്പാണ് അവിടെ ഒരു BJPയുടെ യുവ നേതാവ് നെട്ടാരു, പ്രദീപ് നെട്ടാരു എന്ന് പറയുന്ന ആൾ PFIക്കാർ കൊലപ്പെടുത്തുന്നത്. അതിനെ തുടർന്നാണ് ഫാസിൽ കൊല്ലപ്പെടുന്നത്. പക്ഷേ ഫാസിൽ ഏതെങ്കിലും ഒരു സംഘടനയിൽ PFIയിൽ ഒരു സംഘടനയില്ലാത്ത ഒരാളായിരുന്നു. അപ്പോൾ നെട്ടാരു കൊല്ലപ്പെട്ടപ്പം പകരം മറ്റെടുത്തപ്പെട്ട ഒരുത്തിനെ തട്ടണം എന്ന നിശ്ചയത്തിൽ സുഹാസും സംഘവും നീങ്ങുന്നു. ഫാസിലിനെയാണ് കാണുന്നത്, ഫാസിലിനെ തട്ടി. ഈ നിലക്ക് ഉള്ള ഒരു റിവെഞ്ച് പൊളിറ്റിക്സ്, അതിങ്ങനെ നമ്മൾ പറയില്ലേ, വിഷ്യസ് സൈക്കിൾ ഓഫ് വയലൻസ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് എനിക്ക് തോന്നുന്നില്ല പോലീസും പൊളിറ്റിക്കൽ ലീഡർഷിപ്പും ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുക, അക്രമികളായി കണ്ട് ലൊക്കേറ്റ് ചെയ്ത് അതിശക്തമായ നടപടികൾ സ്വീകരിച്ചാലല്ലാതെ അവസാനിക്കുകയില്ല. അങ്ങനെ സ്റ്റേറ്റ് മെഷീനറി സ്ട്രോങ് ആണ്, അക്രമികളെ വെറുതെ വിടുകയില്ല എന്നൊരു മെസ്സേജ് ഈ പറയുന്ന ക്രിമിനലുകൾക്കും ക്രിമിനലുകളെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും പോകാത്ത കാലത്തോളം ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. നിലവിലുള്ള മംഗലാപുരത്തിനൊരവസ്ഥയിൽ അതിനുള്ളൊരു രാഷ്ട്രീയ ഇച്ഛാശക്തി അവിടുത്തെ ഭരണകൂടം കാണിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല.